ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് നിഷാസ് ഹോം കുക്കിംഗ്. നമുക്ക് നല്ലൊരു സൈഡ് ഡിഷിൻ്റെ റെസിപ്പി നോക്കാം. അതിന് വേണ്ടി അത് നമുക്ക് കുറച്ച് ചെറുപയർ വേവിച്ചെടുക്കണം. അപ്പം ചെറുപയർ വേവിക്കുമ്പോൾ ഒത്തിരി വെന്ത് പോകാതെ കുഴഞ്ഞു പോകാതെ കറക്റ്റ് അളവിൽ വേണം വേവിച്ചെടുക്കാനായിട്ട്. ഈ രീതിയിൽ ഞാനിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് ഒരു പച്ചക്കറിയും കൂടി ചേർക്കേണ്ടതുണ്ട്. അതിന് വേണ്ടി ഞാൻ കുമ്പളങ്ങയാണ് എടുത്തിരിക്കുന്നത്. കുമ്പളങ്ങ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായി കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഈ രീതിയിലാണ് മുറിച്ചെടുക്കുന്നത്. ഇത്രയോ എടുത്ത് വെച്ചിട്ടുണ്ട്. 250 ഗ്രാം കുമ്പളങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇനി വേണ്ടത് ചെറിയുള്ളിയാണ്. തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയ ഒരു പിടി ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 50 ഗ്രാമോളം ഉണ്ട്. അതും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. ഇത് വളരെ ഹെൽത്തിയും ടേസ്റ്റുമായിട്ടുള്ള തോരനാണ്. തനി നാടൻ റെസിപ്പിയുമാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിന് വേണ്ടിയിട്ടൊരു അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ചെറിയുള്ളിയും പച്ചമുളകും കൂടി ആദ്യം ഒന്ന് ഒതുക്കിയെടുത്തിട്ട് അതിനകത്തോട്ട് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് പൾസ് മോഡിട്ട് അടിച്ചെടുക്കാം. ഒത്തിരി അരഞ്ഞു പോകരുത്. തേങ്ങ ഒതുക്കിയെടുക്കുന്നതാണ് വേണ്ടതിന് വേണ്ടിയിട്ട്. ഇനി തോരൻ ഉണ്ടാക്കാം. അതിന് വേണ്ടി ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടായപ്പോൾ കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. കടുക് പൊട്ടി വരുന്ന സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുമ്പളങ്ങയും ഉള്ളിയും കറിവേപ്പിലയുടെ മിക്സ് ആദ്യം ഇട്ട് കൊടുക്കാം. ഇതിന് ഒത്തിരി വേവുണ്ടാവത്തില്ല. ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി എല്ലായിടും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം. ഒരു 5-10 മിനിറ്റ് മാക്സിമം അടച്ചു വെച്ചാൽ 10 മിനിറ്റ് തന്നെ വേണ്ട ആവശ്യം ഉണ്ടാകത്തില്ല. ഒരു 5 മിനിറ്റ് മതിയാകും. ഇനി അതിനകത്തോട് ചേർക്കേണ്ടത് ചെറുപയറാണ്. ഈ രീതിയിൽ ഒത്തിരി വെന്ത് പോകാതെ ഒരു കറക്റ്റ് പാകത്തിൽ വേവിച്ചെടുത്ത ചെറുപയറാണ് ചേർക്കുന്നത്. പിന്നെ നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഇട്ട് എല്ലാം കൂടി ഒന്ന് തട്ടിപ്പൊത്തി വെക്കുന്നു. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റും കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ തോരൻ തയ്യാറാകും. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ്. ഷുഗർ അതുപോലെയൊക്കെ ഉള്ളവർക്കും കഴിക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ്. നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഇതൊത്തിരി നല്ലതായിരിക്കും. ഇത്രേ ഉള്ളൂ. ഏറ്റവും എളുപ്പത്തിലും തയ്യാറാക്കാൻ. ചെറുപയർ നമ്മൾ ഓൾറെഡി വേവിച്ചൊക്കെ വെച്ചിരിക്കുകയാണെങ്കിലുണ്ടല്ലോ ഇതൊരു 10 മിനിറ്റിൽ തോരൻ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി ഇത് എല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് ചട്ടിയിലിട്ട് ഇളക്കുമ്പോഴത്തേക്കും അതിൻ്റെ വെള്ളമൊക്കെ വറ്റിക്കോളും. കാരണം കുമ്പളങ്ങി നമ്മൾ വേറെ വെള്ളവും ചേർത്തിട്ടില്ല. കുമ്പളങ്ങിയിൽ നിന്ന് ഇറങ്ങിയ വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് വറ്റിയെടുക്കണം. നമുക്ക് ഏതാണോ തോരൻ്റെ ആ പാകം ആ രീതിയിൽ ആക്കിയാൽ മതി. ചട്ടിക്ക് ചൂടുള്ളത് കൊണ്ട് അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഇനി വെള്ളം വല്ലതും ഉണ്ടെങ്കിൽ അത് വറ്റി വന്നോളും. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള കുമ്പളങ്ങ ചെറുപയർ തോരൻ ഇപ്പോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ചെറുപയർ ചേർക്കുമ്പോഴത്തേക്ക് ആ ഒരു അളവും കൂടി നോക്കണം. നമ്മുടെ കുമ്പളങ്ങയും ചെറുപയറും കൂടി സമാസമം ആ രീതിയിലല്ലേ. ഒത്തിരി ഒന്നിന് കൂടുതലായിട്ട് കിടന്നു കഴിഞ്ഞാൽ അത് നല്ലതല്ലായിരിക്കും. അത് കറക്റ്റായിട്ട് നോക്കിയിട്ട് അത്രയും ക്വാണ്ടിറ്റി ചേർത്താൽ മതിയാകും ചെറുപയർ. പിന്നെ നമ്മുടെ രുചിയും ഇഷ്ടപ്പെടും. നമുക്ക് കുമ്പളങ്ങ കൂടുതൽ വേണോ ചെറുപയർ കൂടുതൽ വേണോ അതിൻ്റെ രുചിയാണ് നിൽക്കണമെങ്കിൽ അതിനനുസരിച്ച് ചെയ്യുകയും ചെയ്യാം. വളരെ രുചികരമായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും. പിന്നെ ചിലരൊക്കെ കുമ്പളങ്ങ തോരൻ വെക്കുമ്പോൾ അതിനകത്ത് അപ്പിടി വെള്ളമാണ്, അത് കുഴഞ്ഞു പോകുന്നു പറയുമ്പോൾ നമ്മൾ അതിനകത്ത് തന്നെ ഈ ചെറുപയർ കൂടി ചേർത്ത് ചെയ്യുമ്പോഴാണ് അത് കൂടുതൽ ടേസ്റ്റി ആയിട്ട് വരുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് രണ്ടും വളരെ ഹെൽത്തിയാണ്. ചെറുപയറായാലും കുമ്പളങ്ങയായാലും നമുക്ക് പല അസുഖങ്ങൾക്കും നമ്മൾ കഴിക്കാൻ പറ്റുന്ന ഐറ്റമാണ്. അതുകൊണ്ട് ഈ രീതിയിൽ തോരനുണ്ടാക്കി നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്കൊത്തിരി ഹെൽത്തിനും ബെനിഫിറ്റാണ്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.